കൊസമെറ്റം ഫിനാൻസ് ലിമിറ്റഡ് അവരുടെ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 8 സീരീസുകളാണുള്ളത്. ഓരോ സീരീസിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിലും ടെന്നറിലും പേ ഔട്ടിലും വ്യത്യാസങ്ങൾ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോ സീരീസുകളും 1 by 1 ആയിട്ടൊന്ന് കണ്ടു നോക്കാം. 8ാമത്തെ സീരീസ് നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്ന ക്യുമുലേറ്റീവ് ആണ്. അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിനോട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുവാണ്. ടെന്നർ വരുന്ന 7 വർഷമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10.41%. അതുപോലെ നമ്മൾ സീരീസ് 6 നോക്കുവാണെങ്കിലും ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ആണ്. ടെന്നർ വരുന്ന 4 വർഷവും 2 മാസവുമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 10.22%. അതുപോലെ നമുക്കിപ്പോൾ ഒരു മന്ത്ലി ഇൻട്രസ്റ്റ് ഏൺ ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് സീരീസ് 7 എടുക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ ടെന്നർ വരുന്നത് എത്രയാണ്? 5 വർഷമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 10%. അതുപോലെ സീരീസ് 5 നോക്കുവാണെങ്കിലും ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത് മന്ത്ലി ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 9.75%. ടെന്നർ വരുന്നത് 3 വർഷവും 6 മാസവുമാണ്. അതുപോലെ സീരീസ് 4 നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത് ക്യുമുലേറ്റീവ് ആണ്. അതുപോലെ ടെന്നർ വരുന്ന 3 വർഷമാണ്. ഇൻട്രസ്റ്റ് വരുന്നത് 9.25%. അതുപോലെ സീരീസ് 3 നോക്കുവാണെങ്കിലും ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത് മാസത്തിലാണ്. ടെന്നർ വരുന്ന 3 വർഷമാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9%. അതുപോലെ സീരീസ് 2 നോക്കുവാണെങ്കിലും ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത് മാസത്തിലാണ്. ടെന്നർ വരുന്ന 2 വർഷമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 8.5%. അതുപോലെ സീരീസ് 1 നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ആണ്. ടെന്നർ വരുന്ന 1 വർഷവും 3 മാസവുമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 8%. അതുപോലെ നമ്മൾ കൊസമെറ്റം ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മെയിൻലി എൻഗേജ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഗോൾഡ് ലോണിലാണ്. അതുപോലെ അതിന് പുറമെ മറ്റ് സർവീസുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മൈക്രോ ഫിനാൻസ്, മണി ട്രാൻസ്ഫർ, ഫോറിൻ കറൻസി എക്സ്ചേഞ്ച്, പവർ ജനറേഷൻ, അഗ്രികൾച്ചർ ആൻഡ് എയർ ടിക്കറ്റിംഗ്. ഇതാണ് മറ്റ് സർവീസുകൾ. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സർവീസുകളാണ് ഇതെല്ലാം. ബോണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ IPO ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 9 ആണ്. IPO ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 23 ആണ്. ഫേസ് വാല്യൂ എത്രയാണ്? 1000 രൂപയാണ് വരുന്നത്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അലോട്ട്മെന്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 25 ആണ്. IPO സൈസ് എത്രയാണ് വരുന്നത്? 100 കോടിയാണ്. ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 26 ആണ്. നമ്മളൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ബോണ്ടിന്റെ ക്രിസിൽ റേറ്റിംഗ് നോക്കണം. ഇവിടെ ക്രിസിൽ റേറ്റിംഗ് വരുന്നത് എത്രയാണ്? A ആണ് വരുന്നത്. നമുക്ക് റിസ്ക് എത്രത്തോളം ഉണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഇവിടെ A നോക്കുവാണെങ്കിൽ ലോ റിസ്ക്. ഇപ്പം നമ്മൾ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ രീതിയിലുള്ള റിസ്ക് മാത്രമാണ് വരുന്നത്. ഇപ്പം ബോണ്ടിന്റെ മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ ബോണ്ടിന്റെ നേച്ചർ നോക്കുവാണെങ്കിൽ സെക്യൂർഡ് റെഡീമബിൾ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചർ ട്രസ്റ്റിയുടെ പേര് നോക്കുവാണെങ്കിൽ വിസ്ട്ര ITCL ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഈ വീഡിയോ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഞാൻ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്.